ഹായ് ഹലോ ഫ്രണ്ട്സ്, എല്ലാ കൂട്ടുകാർക്കും പുതിയ റിവ്യൂയിലേക്ക് സ്വാഗതം. അങ്ങനെ നമ്മുടെ സരയു ആണെങ്കിൽ സത്യങ്ങൾ ഓരോന്നോരോന്നായി അറിഞ്ഞു തുടങ്ങുകയാണ്. തൻ്റെ അമ്മ താരയാണെന്നും അതുപോലെ തന്നെ ശാരിയല്ലെന്നുമുള്ള സത്യം അവൾ ഒന്നും കൂടി വ്യക്തമാക്കുകയും ചെയ്യുന്നുണ്ട്. അതിനുശേഷമാണെങ്കിൽ അവൾ അങ്ങനെ വിഷമിച്ച് നടക്കുന്ന സമയത്ത് ശാരിയും രാഹുലും കൂടി സംസാരിക്കുന്നത് അവളിങ്ങനെ ശ്രദ്ധിച്ച് നിന്ന് കേൾക്കുകയാണ്. അപ്പം ആ സമയത്ത് ശാരി പറയുന്നുണ്ട്, നമ്മുടെ മോളുടെ ജീവിതം ആകെ തകർന്നു പോയല്ലോ, ഇനിയിപ്പോൾ എന്ത് ചെയ്യും? നിങ്ങളാണ് എല്ലാത്തിനും കാരണം, നിങ്ങൾ കുറേയൊക്കെ നിങ്ങൾ അവളുടെ ജീവിതം ഇല്ലാതാക്കി എന്നൊക്കെ പറഞ്ഞ് രാഹുൽ ഇങ്ങനെ കുറ്റപ്പെടുത്തുകയാണ്. എന്തായാലും എത്രയും വേഗം അവൻ ആവശ്യപ്പെട്ട 4 കോടി രൂപ എങ്ങനെയെങ്കിലും സംഘടിപ്പിക്കണം. അത് കൊടുത്തു കഴിഞ്ഞാൽ അവൻ നമ്മളുടെ മോളുടെ ജീവിതത്തിൽ നിന്നും അവൻ മാറിപ്പോകുമല്ലോ എന്നൊക്കെ ഇങ്ങനെ പറയണ കേൾക്കുമ്പോൾ സരയുവിന് ആദ്യം ദേഷ്യം വരികയാണ് ചെയ്യുന്നത്. അതേ സമയത്ത് പിന്നീട് അവർ തുടർന്ന് പറയുന്നത് കേൾക്കുമ്പോൾ അവൾ ആകെ ഞെട്ടിപ്പോവുകയാണ്. അപ്പോൾ രാഹുൽ പറയുന്നുണ്ട്, ഇങ്ങനെ ഒരു മരുമകനെയാണല്ലോ നമ്മൾക്ക് കിട്ടിയത്. നമ്മൾ ആദ്യം കിട്ടിയപ്പോൾ സ്വർഗം, നമ്മുടെ മകളുടെ ജീവിതം സ്വർഗമാണെന്ന് കരുതി. പക്ഷെ ഇപ്പോഴും അവസ്ഥ കണ്ടില്ലേ, അവൻ ഈ നാട്ടിൽ തന്നെയുണ്ട് 5-6 പെണ്ണുങ്ങൾ. അവന് ഇങ്ങനെ ലോകം മുഴുവനും പെണ്ണ് കെട്ടി നടക്കുന്ന ഒരുത്തനാണെന്ന് നമ്മൾ പോലും അറിഞ്ഞില്ലല്ലോ. ഇപ്പോൾ ഓരോരുത്തരായി അറിഞ്ഞു വരുന്നതേ ഉള്ളൂ. എങ്ങനെയെങ്കിലും അവളുടെ ജീവിതത്തിൽ നിന്നും അവനെ അടർത്തി മാറ്റണം. അവന് ഒരു കുഞ്ഞല്ല, ഇവിടെ ഒരു കുഞ്ഞുണ്ട്, അതുപോലെ തന്നെ ലോകത്ത് എത്രയോ കുഞ്ഞുങ്ങൾ അവനുണ്ടെന്നറിയോ. പക്ഷെ ഇത്രയും നാളും ഒരുത്തിലും അവൻ പിടിച്ചു നിന്നിട്ടില്ല. അപ്പോഴേക്കും കുഞ്ഞാകുമ്പോഴേക്കും എന്തായാലും അവൻ ഓടി രക്ഷപ്പെടുകയാണ് ചെയ്യാറ്. അവിടെ നിന്നും പണവും പൈസയൊക്കെ എടുത്തുകൊണ്ട് പോവുകയാണ് ചെയ്യാറ്. നമ്മുടെ സ്ഥിതി ഇങ്ങനെ ആയതുകൊണ്ട് മാത്രമാണ് അവനിങ്ങനെ നിന്ന് പോകുന്നത്. അങ്ങനെയുള്ള മനുവിനെ പറ്റിയുള്ള കാര്യങ്ങളൊക്കെ ഇവരിങ്ങനെ പറയുന്നത് കേൾക്കുമ്പോൾ സരയുവിന് സഹിക്കാൻ പറ്റുന്നില്ല. എന്താ ഞാൻ ഈ കേട്ടത്, എൻ്റെ കേട്ടതൊക്കെ സത്യം തന്നെയാണോ എന്നൊക്കെ ആകെ ഒരു വല്ലാത്തൊരു ടെൻഷൻ ആവുകയാണ് സരയുവിന്. എന്തായാലും അതിൻ്റെ പിന്നിലെ സത്യം കൂടി നമ്മുടെ സരയു തിരിച്ചറിയുകയാണ്. അങ്ങനെ സരയു ആണെങ്കിൽ ആ ഒരു സത്യം നമ്മുടെ നിഷയിൽ നിന്നും അതുപോലെ തന്നെ ജുബാന അങ്ങനെയുള്ള പെണ്ണുങ്ങളിൽ നിന്നും ഒക്കെ സത്യങ്ങൾ തിരിച്ചറിയുമ്പോൾ ഇനി എന്തായാലും ഇവനെ വെറുതെ വിടണ്ട എന്ന് കരുതിക്കൊണ്ട് തന്നെ അവനെ മറ്റൊരു പെണ്ണുമായി സല്ലപിക്കുന്ന ഒരു സമയം നോക്കിയിട്ട് ആ ഒരു സംഭാഷണം കാര്യങ്ങളും സരയു കേൾക്കുന്നുണ്ടായിരിക്കും. അങ്ങനെ അവനെ പുറകിലൂടെ വന്നിട്ട് നമ്മുടെ സരയു ഒരു വലിയൊരു ഇരുമ്പ് വടിയുമായിട്ട് പുറകിൽ ഒളിപ്പിച്ചിട്ടാണ് വരുന്നത്. അങ്ങനെ വന്നിട്ട് നേരെ മനോഹറിന്റെ തലമണ്ടയ്ക്ക് അടിക്കുകയാണ് ചെയ്യുന്നത്. അങ്ങനെ മനോഹർ അവിടെ പിന്തിരിഞ്ഞ് നോക്കുന്നുണ്ട്. തലയിൽ നിന്നാണെങ്കിൽ തല പൊട്ടി ഒരുപാട് ചോര ഇങ്ങനെ ഒഴുകുകയാണ്. അപ്പോഴേക്കും രാഹുലും ശാരി ഓടിയെത്തുന്നുണ്ട്. എന്താ മോളെ നീ ചെയ്തത് എന്നിങ്ങനെ ചോദിക്കുന്നുണ്ട്. അപ്പോൾ സരയു സത്യം മനസ്സിലാക്കിയത് ആ സമയത്തായിരിക്കും അവർ തിരിച്ചറിയുന്നത്. എന്തായാലും ഇവന് മരണപ്പെട്ട് കഴിഞ്ഞാൽ മോള് ജയിലിലേക്ക് പോകേണ്ടി വരും, അതുകൊണ്ട് ഇവനെ രക്ഷപ്പെടുത്തണമെന്നും പറഞ്ഞിട്ട് മനോഹറിനെയും കൊണ്ട് പോലീസ് നമ്മുടെ ആശുപത്രിയിലേക്ക് കൊണ്ടുപോകുകയും അങ്ങനെ മനോഹറിന്റെ ജീവൻ രക്ഷപ്പെടുത്തുകയും ചെയ്യുന്നുണ്ട്. എന്തായാലും സരയു തന്നെ മനോഹറിനെ ജയിലിൽ അടയ്ക്കുന്ന ഒരു ഭാഗമൊക്കെയാണ് എന്തായാലും വരാൻ പോകുന്നത്. ഓക്കെ ഫ്രണ്ട്സ്, ബൈ, താങ്ക് യു.